നിങ്ങൾ അടിക്കടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുന്നതായിട്ട് തോന്നാറുണ്ടോ? സ്വധർമ്മങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അതാണ് ഇന്നത്തെ വിഷയം. പറയുന്നത് ഇങ്ങനെയാണ്: ഡീവിയേഷൻ ഫ്രം നാച്ചുറൽ ധർമ്മ, ട്രൂ പീസ് എൻഡ്സ് വെൻ യു അബാൻഡൻ യുവർ ഇന്നർ നേച്ചർ. സഹജധർമ്മത്തിൽ നിന്നുള്ള വ്യതിചലനം. ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ സ്വന്തം സഹജധർമ്മത്തിൽ നിന്നും അകറ്റി മറ്റൊരു ജീവിത രീതിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ സഹജവാസനകൾക്കും ശേഷികൾക്കും യോജിക്കാത്ത ധാരണകളും ഭാവനകളും പ്രേരണകളും രൂപപ്പെടും. ഈ ആന്തരിക വൈരുദ്ധ്യമാണ് ജീവിതത്തിൽ അസ്വസ്ഥതകളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത്. സ്വന്തം സഹജധർമ്മത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാസ്ഥ്യവും സംതൃപ്തിയും കൈവരുന്നത്. അപ്പോ സഹജധർമ്മത്തിൽ നിന്നുള്ള വ്യതിചലനം എന്നുള്ള വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നമ്മൾ നമ്മുടെ ജീവിത ധർമ്മത്തിൽ നിന്ന്, സഹജധർമ്മത്തിൽ നിന്ന്, നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയ ധർമ്മത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വിഷയമാണ്. മനുഷ്യരാണെങ്കിൽ അത് ഇങ്ങനെ സഹജധർമ്മത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. ഈ ജീവിതവും ജീവിത ഉദ്ദേശ്യവും ചേർന്ന് പോകുമ്പോഴാണ് ജീവിതം മര്യാദയ്ക്കാവുക. ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉദ്ദേശത്തോട് ചേർന്നതാവണം എന്നുള്ളതാണ്. നമ്മളപ്പോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ആ പർപ്പസ് നിർവഹിക്കപ്പെടുക. അപ്പോ പശ്ചാത്തലങ്ങൾ, നമ്മൾ പറഞ്ഞു പശ്ചാത്തലമാണ് ഒരു ജീവിയെ രൂപപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പശ്ചാത്തലങ്ങൾ തന്നെ ഒരു കോശത്തെ, ഒരു സത്തയെ മറ്റൊരു ധർമ്മത്തിലേക്ക് നയിക്കാം. അപ്പൊ അതെന്താ വെച്ചാൽ ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ ഉണ്ട് അല്ലെ. ഇത് വേണോ, അത് വേണോ, ആ ഭക്ഷണം വേണോ, ഇന്ന വഴിക്ക് പോകണോ എന്നുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട്. പലപ്പോഴും നമ്മുടെ മുന്നിൽ ഈ സാഹചര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതായത് മുമ്പിൽ ഇതെല്ലാം ഉണ്ടാവും, എങ്കിലും നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോ ഇറച്ചിയും ഒരു പഴവും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയുടെ സഹജവാസനയ്ക്കനുസരിച്ച് അതിനോട് താല്പര്യം തോന്നുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ ജനിച്ച കാലം മുതൽ ഒരു കിളിയെ നമ്മൾ ഇറച്ചി തിന്നാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ വെച്ചു കൊടുത്ത് ഇറച്ചിയായിരിക്കും ആ ജീവിയെ സ്വാധീനിക്കുക, ഈ പഴമായിരിക്കില്ല. ഇതുപോലെ നമ്മൾ ഈ സംസ്കരിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയെ സംസ്കരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സംസ്കാരം, ആ സംസ്കാരം എന്നുള്ളത് ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുന്ന കുടുംബം, അതിന്റെ വിപുലപ്പെട്ട രൂപമായ സമൂഹം, അതിനെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട്, അതായത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസം, പിന്നെ സാമ്പത്തിക സാഹചര്യങ്ങൾ, മറ്റു പശ്ചാത്തലങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ വിധത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ പാകത്തിലുള്ളതാണ്. അവന്റെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പാകത്തിലുള്ളതാണ്. അപ്പോ സാഹചര്യം നല്ലപോലെ മാറുമല്ലോ. സാഹചര്യം മാറുമ്പോൾ ജീവിത പാത മാറും, ജീവിതത്തിന്റെ ദിശ മാറും. സത്യത്തിൽ പ്രകൃതി അനുവദിക്കുന്ന അനുഭവങ്ങളുടെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അത് മാറാൻ പറ്റുന്നത് വരെ മാറാൻ പറ്റും. മാറാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് മാറില്ല. കൃത്രിമത്വം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് അനുവദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരെയാണ് ഈ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് കുറ്റി എവിടെ കെട്ടിയിട്ടുണ്ട്, കയറിന് എത്ര നീളമുണ്ടെന്നതിനനുസരിച്ചാണ് പശുവിന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിന് ഒരു പരിധി പ്രകൃതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളാണ്. അതായത് ഒരു സത്തയെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സത്ത അങ്ങനെയാണോ പോകുന്നത്, ഇങ്ങനെയാണോ പോകുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുറാനിലൊക്കെ പറയുന്നത് പോലെ ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കുന്നു, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. ആ വിധത്തിൽ പ്രകൃതി നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് ഈ പറയുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ധർമ്മത്തിന് പകരമല്ല. നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ട്, സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുന്നു എന്ന്. ധർമ്മത്തിന് പകരമാവില്ല ഒരിക്കലും അത് നമുക്കുള്ള പരീക്ഷണങ്ങളോ പരിശീലനങ്ങളോ ആണ് എന്ന് മനസ്സിലാക്കണം. അതാണ് ഒളിമ്പസിന്റെ നിലപാട് കേട്ടോ. ധർമ്മത്തിന് പകരമായി എന്ന് വിചാരിക്കുക വേണ്ടത്. ഈ വഴി പോയതുകൊണ്ട് നമുക്ക് ആ വഴി പോകാം എന്ന് പറയുന്നതല്ല, ധർമ്മത്തിന് പകരമല്ല. അപ്പോ നമ്മൾ ഈ പറഞ്ഞല്ലോ പുതിയ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഈ പുതിയ സാഹചര്യങ്ങൾ പ്രകൃതി അനുവദിക്കുന്നത് വരെ ഉള്ളൂ എങ്കിൽ പോലും ആ സാഹചര്യങ്ങൾ, ആ
സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ? പുതിയ ധാരണകൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പൊ ധരിച്ചു വെച്ചിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ജീവിത പാഠങ്ങളിൽ നിന്നും മാറി പുതിയ ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ 28 കെട്ടുന്ന ദിവസം മുതൽ നമ്മൾ ധരിക്കുന്നു പട്ടുകോണകം അല്ലെങ്കിൽ വസ്ത്രം, നൂൽ വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാനാവൂന്ന്. ഇത് നമ്മുടെ ശരീരത്തിലേക്കുള്ള വെളിച്ചത്തിന്റെ, കാറ്റിന്റെ, മറ്റ് മണ്ഡലങ്ങളുടെ ഒക്കെ പ്രവാഹത്തെ തടയുന്നില്ലേ? ഉണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല. ഈ ആധുനിക കാലത്ത് ഇതൊന്നും ഒരു വിഷയമേ അല്ല. കാര്യം എന്താ? മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്തേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ പുതിയ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുതൽ പുതിയ വിശ്വാസങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം സത്യങ്ങളെ പോലും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ എടുത്തണിയേണ്ടി വരും, അല്ലേ? സമൂഹത്തിൽ അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഇപ്പോ മനുഷ്യന്റെ സ്വാഭാവിക ഭക്ഷണം അരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? അരിയല്ലാതെ വേറെ എന്തെങ്കിലും ആണ് തരുന്നതെങ്കിൽ അത് എങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുകയോ അതിനോട് കോപാകുലരാകുകയോ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട്. അരിയാണെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ അങ്ങനെ കണ്ടു ശീലിച്ചതാണ്. യഥാർത്ഥ ഭക്ഷണം എന്താണോ? ഇപ്പൊ നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ ആലോചിക്കുക. നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ പോയി നെന്മണികൾ എടുത്ത് ഇങ്ങനെ പതുക്കെ തൊലിച്ച് അതിനെ മറ്റേ എന്തെങ്കിലും വെയിലത്തോ എന്തെങ്കിലും ഇട്ടോ ഉണക്കി അതിനെ തിളപ്പിച്ച് തിന്നുകയാണോ ചെയ്യുന്നതല്ല. വേണ്ട വിശക്കുന്ന സമയത്ത് പോയി കിട്ടുന്ന സാധനം എടുത്ത് കഴിക്കുക എന്നുള്ള രീതിയാണ് ചെയ്യുന്നത്. മനുഷ്യൻ പ്രകൃതി മനുഷ്യനെ നിർമ്മിച്ച കാലത്ത്, അല്ലെങ്കിൽ നിർമ്മാണത്തിലൂടെ കടത്തിക്കൊണ്ടുവന്ന കാലത്ത് മനുഷ്യൻ ഈ വഴിക്ക് അവരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സാധനം ആയിരിക്കില്ല കഴിച്ചിട്ടുണ്ടാവുക. ആ സ്ഥാനത്ത് ഈ ഒരു എന്താ പറയാ അരിയാണ് അല്ലെങ്കിൽ ചോറാണ് ഭക്ഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഇവൻ പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടതല്ലേ? പുതിയ സാഹചര്യമാണ് സത്യമെന്ന് അവൻ അംഗീകരിച്ചതല്ലേ? സമൂഹം ആ ചിന്തകളെ അത്തരത്തിൽ അംഗീകരിക്കുന്ന ചിന്തകളാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇതിനെ ഫോളോ ചെയ്തേ പറ്റൂ. അതാണ് നമ്മുടെ സാഹചര്യം. ഈ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇത് സഹജധാരണകളിൽ നിന്ന് അകലം സൃഷ്ടിക്കും. അപ്പൊ നമ്മുടെ പുതിയൊരു വിശ്വാസം, അതായത് അരി ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണം എന്നുള്ള വിശ്വാസധാരയിലേക്ക് നമ്മൾ മാറുന്നു. അരിയല്ല ഭക്ഷണം എന്നുള്ള കാര്യം, അരി കുരുവിയുടെ ഭക്ഷണമാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കില്ല. ഇതിലൊന്നും ദൂരത്തേക്ക് പോകും. അപ്പൊ ഈ ധാരണയിൽ മാറ്റം ഉണ്ടാവുന്ന സമയത്ത്, അതായത് നമ്മുടെ അകത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അടിസ്ഥാന ഭക്ഷണം, ഫണ്ടമെന്റൽ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ദിശ മാറിയിട്ട് അരിയാണ് ഭക്ഷണം എന്ന് ഒരു കൂട്ടർ വിചാരിക്കുന്നു, വേറൊരു കൂട്ടർ ഗോതമ്പാണ് ഭക്ഷണം എന്ന് വിചാരിക്കുന്നു, വേറൊരു കൂട്ടർ കായ്കനികളാണ് എന്ന് പറയുന്നു, വേറൊരു കൂട്ടർ അല്ല മനുഷ്യൻ വേട്ടയാടി ജീവിച്ചതാണ്, പിന്നെ അവന് മുട്ടുവന്ന കാലത്താണ് ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ തുടങ്ങിയത്, പഴങ്ങൾ കഴിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇത് ഏതാ ശരി? സത്യത്തിൽ ഉള്ള അവസ്ഥയിൽ നിന്നും ഇവൻ ഒരുപാട് ദൂരത്തേക്ക് മാറിപ്പോയി കഴിഞ്ഞു. ഈ ധാരണകൾ അവന്റെ ജീവിത ദിശയെ തന്നെ മാറ്റും, ലൈഫ് സ്പാനിനെ മാറ്റും, അവന്റെ ഇന്റേണൽ ഫാക്കൽറ്റികളെ മാറ്റും, അവന്റെ പല്ലിന്റെ ഘടനയെ മാറ്റും, അവന്റെ കാഴ്ചയെ മാറ്റും, ജീവിത ദിശയെ തന്നെ മാറ്റും, അവന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ജീവിത ദിശയെ തന്നെ മാറ്റും. അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മൾ ബാഹ്യ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടി ധാരണകളിൽ മാറ്റം വരും. പിന്നെ പുതിയ ഭാവനകളും പ്രേരണകളും രൂപപ്പെടുന്നതാണ് അടുത്ത കാര്യം. നമ്മളിപ്പോ ഈ ഭക്ഷണം മാമ്പഴമല്ല, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള മരത്തിലെ കനിയല്ല, നമുക്ക് ചോറാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അടുപ്പ് വേണം. അടുപ്പിലേക്ക് സാധനം എത്തിക്കാൻ വേണ്ടി കൃഷിയിടം വേണം, കൃഷി വേണം, കാർഷിക സന്നാഹങ്ങൾ വേണം. നോക്കൂ, മര്യാദയ്ക്ക് പാമ്പഴം പറിച്ച് തിന്ന് ജീവിച്ചവൻ അവരുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അരി ഉണ്ടാക്കിയെടുക്കുക, അവനെ ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിക്കാൻ പാകത്തിൽ അരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പുതിയ വിഭാവനകൾ ഉണ്ടായി. അപ്പോ പുതിയ വിജയസങ്കല്പങ്ങൾ ഉണ്ടായി, അല്ലെ? അപ്പൊ ഇവനത് വിഭാവനം ചെയ്ത് നടപ്പിലാകേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന സാമ്പത്തിക നേട്ടം എന്നുള്ളത് മുഖ്യ പ്രേരണയാണ്. അതുപോലെ തന്നെ ഈ കൃഷിയിലൂടെ അല്ലെങ്കിൽ സമ്പത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അംഗീകാരം, സ്ഥാനമാനങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പൊ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പർപ്പസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ ആ കൃഷിയുടെ കാര്യം മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം വെച്ചിട്ട് ഉദാഹരിച്ചാണ്, ഇത് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും വരുന്നുണ്ട്. അപ്പൊ സ്വധർമ്മത്തിന് പകരം പ്രതീത ധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രതീത ധർമ്മം എന്ന് വെച്ചാൽ ഇതാണ് ധർമ്മം എന്ന് നമുക്ക് തോന്നുന്നു, അതാണ് ധർമ്മം എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രതീത ധർമ്മം എന്ന് പറയുന്നത് വെർച്വൽ
ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ വെർച്വൽ ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഭാവനകൾ ഉണ്ടാവണ്ടേ? പുതിയ വിജയസങ്കല്പങ്ങൾ തലയിൽ ഉണ്ടാവുന്ന സമയത്ത് അതൊരു പുതിയ ഭാവനയാണ് അല്ലെ? അത് ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടാവണ്ടേ? നമുക്ക് അത്തരം കൃഷി രീതികൾ ചെയ്യാൻ, അതിനനുസരിച്ചുള്ള കാർഷിക സന്നാഹങ്ങൾ ഒരുക്കാൻ, സാങ്കേതിക വിദ്യകൾ ഒരുക്കാനായിട്ട് നമുക്ക് പുതിയ പ്രേരണകൾ ഉണ്ടാവണ്ടേ? ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രതീത ധർമ്മത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ നമ്മളത് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ എന്താ പറയാ ധാരണ, ഭാവന, പ്രേരണ എന്നുള്ളത് സഹജവാസനകളോട് പൊരുത്തമാവും തോന്നുന്നു. ഉള്ളിലുള്ള ഇഷ്ടങ്ങള്, പുറത്തുള്ള ആവശ്യങ്ങൾ, ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്കൊന്ന് ചെയ്യാൻ തോന്നും, പക്ഷെ മറ്റൊന്നായിരിക്കും ഡിമാൻഡ് ചെയ്യപ്പെടുക. അവിടെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റൊരിടത്ത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ആ സിസ്റ്റത്തെ റൺ ചെയ്യിക്കാനായിട്ട് മാൻ പവർ അല്ലെങ്കിൽ ബ്രെയിൻ പവർ വേണം. ഈ ഭാവനകൾ വേണം, ധാരണകൾ വേണം, പ്രേരണകൾ വേണം. ഈ ഭാവനയും ധാരണയും പ്രേരണയും കിട്ടാൻ വേണ്ടിയിട്ട് അവര് തൊഴിൽ സംസ്കാരം ഉണ്ടാക്കി. ഈ തൊഴിൽ സംസ്കാരത്തിൽ ചെന്ന് തലയിട്ട് കഴിഞ്ഞാലോ ഒരിക്കലും സ്വധർമ്മവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമായിരിക്കും ചെയ്യേണ്ടി വരിക. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ സപ്രസ് ചെയ്യും, അടിച്ചമർത്തും. അതിന്റെ ഭാഗമായിട്ട് ഈ തൊഴിൽ മേഖലയിലുള്ളവർക്കൊക്കെ ഡിപ്രഷൻ ഉണ്ടാവും. ജോലി ചെയ്യുമ്പോൾ ആനന്ദമില്ലാത്തത്, നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത്. അവിടെ ഈ വാസനയും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് അത് സഹജശേഷികളോട് യോജിച്ചു പോവുകയില്ല. വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകൾ ഉപയോഗിക്കാൻ യൂസ് ചെയ്യപ്പെടാതിരിക്കും. ആ സ്കിൽസ്, അവന്റെ ഇന്റേണൽ സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഉപയോഗിക്കാതെ വയ്ക്കുന്ന ശേഷികൾ എന്താ ഉണ്ടാവുക? പതുക്കെ പതുക്കെ ഭംഗി പോകില്ലേ? അപ്പോ നമുക്ക് കഴിവില്ലാത്ത മേഖല, കഴിവുള്ള മേഖലകൾ സപ്രസ്സായി, കഴിവില്ലാത്ത മേഖലകളോ അവിടെ നിരന്തരം പരിശ്രമിക്കേണ്ടി വരും. അപ്പോ അധ്വാനം കൂടും, സംതൃപ്തി കുറയും. ശേഷിയില്ലാത്ത തൊഴില് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോ ഇത് ഭയങ്കരമായിട്ടുള്ള ജീവിത പ്രതിസന്ധികൾ ഉണ്ടാക്കില്ലേ? ആന്തരിക സംഘർഷം വർദ്ധിക്കും, ജോലി ഒരു ഭാരമായിട്ട് തോന്നും, മെന്റൽ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടും, ജീവിതത്തിന് മീനിങ്ങേ ഇല്ല, പർപ്പസ് ഇല്ലാത്ത ഒരു ജീവിതമാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് പർപ്പസ് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ പ്രതികൂലതകൾ ഉണ്ടാവും, ആരോഗ്യത്തിൽ പ്രതികൂലതകൾ ഉണ്ടാവും. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒളിമ്പസ് പറയുന്നത് ധർമ്മവും ജീവിതവും വേർപെടുന്ന സമയത്താണ് പ്രതിസന്ധി ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ധർമ്മം ഒരു വശത്ത്, സഹജധർമ്മം, സാഹചര്യങ്ങൾ നൽകുന്ന ജീവിതം, സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്ന ആ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു വശത്ത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എവിടെയാണിത് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോ സാഹചര്യം ജീവിതത്തെ മാറ്റാം, സഹജധർമ്മത്തെ മാറ്റാനാവില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം സഹജധർമ്മമാണ്. ഈ സഹജധർമ്മത്തിൽ നിന്ന് മാറി സാഹചര്യത്തിനനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉള്ളിൽ വൈരുദ്ധ്യം ഉണ്ടാവും. അവിടെ നമ്മൾ വേണ്ടത് വെച്ചാൽ സ്വന്തം വാസനകളും ശേഷികളും തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ധർമ്മത്തോട് യോജിക്കുന്ന തൊഴില് കൊണ്ടുവരിക, അതിനോട് യോജിപ്പിക്കുക, തൊഴിലിനെ ജീവിത ധർമ്മത്തോട് യോജിപ്പിക്കാൻ ശ്രമിക്കുക. ഈ സ്വധർമ്മം ചെയ്യുമ്പോഴാണ് സ്വാസ്ഥ്യവും സന്തോഷവും ഉണ്ടാവുക. അപ്പൊ ഇതുവഴി നമുക്കിനി തൊഴിൽ എന്നുള്ള ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള പാഠങ്ങളിൽ കൂടി നാളെ മുതൽ പോവാം. അതുവരേക്കും നിങ്ങൾ ഈ ചിന്തകളുമായിട്ട്, നിങ്ങളുടെ സ്വധർമ്മങ്ങളായിട്ട് നിങ്ങൾ ചേർത്ത് പോകുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.